ബോംബെയിൽ നിന്ന് കുറേ പ്രൊഡ്യൂസേഴ്സ്, ബോംബെയിൽ നിന്ന് വന്ന ആൾക്കാരാണ്, ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് യൂസഫ് അലി കേച്ചേരിയുടെ വീടിന് മുമ്പിൽ ചെല്ലുന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ 4-5 പേരുണ്ട്. അവർ ശ്രമിക്കുന്നു, എന്ത് ചെയ്താലും അകത്ത് കയറ്റുന്നില്ല. അകത്ത് അദ്ദേഹം ഉണ്ട് താനും, എന്താണെന്നറിയില്ല. കുറച്ചായപ്പോൾ അവർക്ക് മാനസികമായിട്ടൊരു വിഷമമായി. അദ്ദേഹം അറിയുന്നില്ലല്ലോ ഇവർ വന്നതൊന്നും. പക്ഷേ എങ്കിലും ഗേറ്റ് തുറന്നുകൂടെ മിനിമം. പക്ഷേ അതുണ്ടാവുന്നില്ല. അവർ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോൾ ആ വണ്ടിയിലിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്, നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, എഴുത്തുകാരൊക്കെ ഉണ്ട് കൂടെ. അവർ പ്രൊഡ്യൂസർ ഡയറക്ടറായിട്ടുള്ള അദ്ദേഹത്തോട് പറയുന്നു, ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ ആര് ദേവരാഗത്തിൻ്റെ കാര്യം പറയും. ദേവരാഗം എന്നുള്ള സിനിമയിലെ പാട്ട്, അതിനെക്കുറിച്ച് പറയുന്നു. അതാരാണ്? അത് MD രാജേന്ദ്രൻ. എവിടെയുണ്ട്? ആകാശവാണി. അങ്ങോട്ട് വിടും വണ്ടി അവിടെ വരുന്നു. അങ്ങനെ ബോംബെയിൽ നിന്ന് അവർ ആകാശവാണിയിൽ വന്ന് എന്നെ പിടിക്കുന്നു. എന്നെ പിടിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഞങ്ങളുടെ സിനിമ എടുക്കുന്നുണ്ട്, അതിൽ പാട്ടുകൾ വേണം. വരുന്ന 2 ചെറുപ്പക്കാർ പയ്യന്മാരുണ്ട്, അവരൊക്കെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, ഡയറക്ടർ ഇന്നയാളാണെന്നൊക്കെ പറയുന്നു. ഞങ്ങൾ പോകുന്നു. ഞാൻ പോയി പാട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? ബോംബെ രവിയാണ്. അപ്പോൾ ബോംബെ രവിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഈ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ പേര് ജയകുമാർ നായർ എന്നാണ് എൻ്റെ വിശ്വാസം. ജയകുമാർ നായരാണ്, ജയകൃഷ്ണൻ നായർ സംശയമുണ്ട്. ജയകുമാർ നായർ എന്ന് വെച്ചോളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബോംബെ രവിയായിട്ട് ബന്ധിപ്പിക്കുന്നു. എറണാകുളത്ത് വെച്ച് പാട്ട് ചെയ്യുന്നു. പാട്ടുകൾ, അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതാണ് ഈ പാട്ട് ചെയ്യാൻ പോയപ്പോൾ ഈ ബോംബെയുടെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ ഈ പാട്ട് എഴുതുന്നതിനും ഒക്കെ മുമ്പ് പുള്ളി ആ ബ്രീഫ് കേസ് തുറന്നിട്ട് ആ ബ്രീഫ് കേസിനകത്ത് വെച്ചിരിക്കുന്നൊരു പടമുണ്ട്. അതിനെ നമസ്കരിക്കുന്നു. ഒരാളുടെ ഫോട്ടോയാണ്. ആ ഇരിക്കുന്ന ആളിൻ്റെ പേര്, ആ ഫോട്ടോയിലുള്ള ആളിൻ്റെ പേര് മുഹമ്മദ് റാഫി എന്നാണ്. അപ്പം മുഹമ്മദ് റാഫി എന്ന് പറയുന്ന വിശ്രുത ഗായകനെ നമസ്കരിച്ചിട്ട് മാത്രമേ അദ്ദേഹം പാട്ട് ചെയ്യുകയുള്ളൂ. അത്രത്തോളം റാഫി അഡിക്റ്റഡാണ് ഈ മനുഷ്യൻ. റാഫിയെ നമസ്കരിച്ച ശേഷം റാഫിയുടെ പാട്ട് മലയാളത്തിലേക്കാക്കാൻ ശ്രമിക്കുന്നു. മലയാളത്തിൽ പാട്ട് എഴുതാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പാട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടുണ്ടല്ലോ, ചൗദുവീൻ കച്ചാന്ത് എന്നുള്ള മനോഹരമായ പാട്ട് മലയാളത്തിലാക്കണം. അത് രവി തന്നെ ട്യൂൺ ചെയ്യണം. ഇതാണ് ജയകുമാർ നായർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ പാട്ട് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, എപ്പോഴും വന്ന് ചെറുപ്പക്കാരുണ്ട്, അവർ നല്ല മിടുക്കന്മാരാണ്. അവർ ഹിന്ദിയിൽ ആ പാട്ടിൻ്റെ ആശയം അതുപോലെ ചോരാതെ, മിക്കവാറും എല്ലാ പാട്ടുകളും ഹിന്ദിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് വരികയാണ് മലയാളത്തിലേക്ക് ആക്കാൻ. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എവിടെയും തിരുത്തിയാൽ മതി. വലിയ പാട്ടെടുത്ത് പരിപാടിയില്ല. അങ്ങനെ അത് കൊണ്ടുവരുന്നു, എന്നെ കൊണ്ട് കാണിക്കുന്നു. ഞാനത് നോക്കി എഴുതുന്നു. ആ പാട്ടിലെ വരികളും അതിൻ്റെ അർത്ഥവും ഈ മലയാള പാട്ടിലും വരണം. പാടേണ്ടത് ജയചന്ദ്രന്. അതാണ് പ്ലാൻ. അങ്ങനെ ആ പാട്ടുണ്ടാകുന്നു. അതാണ് പൗർണമി പൂത്തിങ്കളേ നീയൻ ഹൃദയസ്പന്ദനമല്ലേ, മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി. അതാണ് പടത്തിൻ്റെ പേര്. അത് നല്ല പാട്ടുകളുള്ള ഒരു സിനിമയായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കാരണം ജയചന്ദ്രൻ്റെയും അതുപോലെ സുജാതയുടെയും ഒക്കെ പാട്ടുകൾ ഗംഭീരമായിട്ട് വന്നു അതിനകത്ത്. ബോംബെ രവിയുടെ എനിക്ക് തോന്നുന്നത് എല്ലാ പാട്ടുകളും മലയാളത്തിൽ അദ്ദേഹം ചെയ്ത എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായിരിക്കുമല്ലോ. ഓരോ പാട്ടുകൾക്കും അദ്ദേഹം കൊടുക്കുന്ന ഈണത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൊക്കെ കോറസ് എന്നൊരു സംഭവം റെഗുലറായിട്ടുണ്ടാവും. ശ്യാമിൻ്റെയും ബോംബെ രവിയുടെയും ഒരു വീക്ക്നെസ്സാണ് ഈ കോറസ്. അവർ കോറസ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല ഒരു പാട്ടും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണല്ലോ. എൻ്റെ പേര് തന്നെയുള്ള ഒരാളുണ്ട്, ലെനിൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയാം, ഡയറക്ടറാണ്. അപ്പോൾ ഈ ലെനിൻ രാജേന്ദ്രൻ എന്നെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയുണ്ട് അന്യർ, ശ്രീകുട്ടനൊക്കെ പാടുന്നുണ്ട്, സുജാത പാടുന്നുണ്ട്, MDR എഴുതണം. അപ്പോൾ ലെനിൻ്റെ പടത്തിൽ ഞാൻ എഴുതിയിട്ടില്ല. സാധാരണ ONV ആണ് എഴുതുക. ONV MB ശ്രീനിവാസൻ ടീമാണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പോകുന്നു, പാട്ട് എഴുതുന്നു. നല്ല പാട്ടുകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെനിൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം
ലെനിൻ ഈ മലയാള ഭാഷയെക്കുറിച്ചൊക്കെ വളരെ ബോധമുള്ളവനാണ്. അപ്പോൾ ഒരു പാട്ട് എഴുതുമ്പോൾ ട്യൂണനുസരിച്ചാണ് പാട്ട് വരുന്നത്. കാട് വാഴും ദൈവം അറിയാതെ മലംഭൂതങ്ങളും അറിയാതെ എന്നൊരു ലൈനുണ്ട്. അപ്പോൾ ട്യൂൺ അനുസരിച്ച് എഴുതുമ്പോൾ ലേശം പ്രശ്നമുണ്ടത്. കാട് വാഴും ദൈവമറിയാതെ മലംഭൂതങ്ങളും അറിയാതെ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ മലം എന്നുള്ള സാധനത്തിന് അത്ര ഭംഗിയുള്ള അല്ലാത്തൊരു പദമായതുകൊണ്ട് വേറൊരു പദമായിരിക്കും കൂടുതലും നല്ലത്. ഹിറ്റാവാൻ പോകുന്ന പാട്ടായതുകൊണ്ട് മലം എന്ന് പറയുമ്പോൾ വേറൊരു ഇഫക്റ്റ് വരും. അപ്പോൾ ഞാൻ എഴുതി, കാടുവാഴും ദൈവമറിയാതെ കാണാഭൂതങ്ങളും അറിയാതെ ഉള്ളിലേറുമാടൻ കെട്ടുമാവൻ നാളെ കല്ലുമാല ചാർത്തി ഊരു ചുറ്റും നീളെ. അങ്ങനെ ആ വരികൾ പോകുന്നത്. പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ നീ കുളിരലയായി എന്നഴകലയായി. അപ്പോൾ ഈ പാട്ടിൽ ലിറിക്കലായിട്ടുള്ള ഈ ഡിഫക്റ്റ് കണ്ടെത്താൻ എന്ന് വെച്ചാൽ ഡിഫക്റ്റ് അല്ല അത്, ആ വരിയിലുള്ള അസ്വാരസ്യം പ്രകടിപ്പിക്കാൻ സെൻസുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഇപ്പോൾ മലയാളത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ലെനിനെ ഓർത്തു പോയത്. അതിൻ്റെ സംഗീതം കൊടുത്ത ആളും മിടുക്കനാണ് നമ്മുടെ മോഹൻ സിതാര. മലയാളത്തിൽ ചെയ്ത പാട്ടൊക്കെ ഹിറ്റാക്കിയ അപൂർവം സംഗീത സംവിധായകരിൽ ഒരാളാണ് മോഹൻ സിതാര. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പ്രകീർത്തിക്കാനേ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ പറഞ്ഞു തുടങ്ങിയാൽ. അത്ര നല്ല പാട്ടുകൾ മലയാളത്തിൽ ചെയ്ത മോഹനുമായിട്ടും എനിക്ക് ബന്ധപ്പെടാൻ പറ്റി. അങ്ങനെ മോഹൻ സിതാരയുടെ ആ പാട്ട്. കൊടുങ്ങല്ലൂർ താനൂഫ് കരീം എന്നൊരു സിനിമാക്കാരനുണ്ട്. അദ്ദേഹം പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ലാവണം ഗൾഫ് നാടുകളായിരുന്നു. അപ്പോൾ ഗൾഫ് നാടുകളിലുള്ള ഒരുപാട് ഈ സ്റ്റാർ നൈറ്റുകളും ഷോയും ഒക്കെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം മിടുക്കനായിരുന്നു. അദ്ദേഹം സംഘടിപ്പിച്ച സ്റ്റാർ നൈറ്റുകളിൽ പോയവരാണ് നമ്മുടെ മിക്ക താരങ്ങളും. കാരണം ഇവർക്കൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്ത് ആദ്യമായിട്ട് വിമാനത്തിൽ കയറ്റി അവിടെ എത്തിക്കുക, എന്നൊക്കെയുള്ള മഹത്തായ കാര്യങ്ങൾ ചെയ്ത താനൂഫ് എൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു. അദ്ദേഹം ഒരു പടം നിർമ്മിച്ചു മമ്മൂട്ടിയെ വെച്ചിട്ട്, ഗോഡ് മാൻ. കൊടുങ്ങല്ലൂർ നടന്ന ഒരു വർഗീയ ലഹള അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ പടം പ്ലാൻ ചെയ്തത്. സ്ക്രിപ്റ്റ് വർക്കൊക്കെ ഗംഭീരമായി. അപ്പോൾ അതിലൊരു പാട്ട് എന്നോട് അത് എഴുതി വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ആ പാട്ട് എഴുതി കൊടുത്തു. പുള്ളി അത് കൊണ്ടുപോയി. കെ മധു എന്നുള്ള എൻ്റെ വേറൊരു സുഹൃത്താണ് അത് ഡയറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ പാട്ട് ഉൾപ്പെടുത്തേണ്ടെന്ന് എന്തോ തീരുമാനം വന്നതുകൊണ്ട് ഈ പാട്ട് അനാഥമായി. അനാഥമായ പാട്ടിങ്ങനെ കടന്നുപോടെ. ഈ അനാഥമായ പാട്ട് പിന്നീട് വേറൊരാൾ വന്ന് ഏറ്റെടുക്കുകയല്ല, മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ഒരു കഥ, ഒരു ദേശീയ ബോധം ഒക്കെ അങ്കുരിക്കുന്നൊരു കഥയുണ്ട്. അത് മതമൈത്രി, മതസൗഹാർദ്ദം, ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അതിനൊരു പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് ആ സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ ആ സുഹൃത്തിന് ഈ പാട്ട് കൊടുത്തു. അപ്പോൾ ദേവരായ മാഷയെ കൊണ്ട് ട്യൂൺ ചെയ്യിക്കാവുന്ന എൻ്റെ ഐഡിയ. പക്ഷേ ദേവരായ മാഷെ ഞാൻ ഈ പാട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ദേവരായ മാഷ് ഈ പാട്ട് കേട്ടെങ്കിലും അദ്ദേഹത്തിന് അത് അത്ര ഇഷ്ടമായില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുന്നു, ഈ പാട്ട് പാടി അദ്ദേഹത്തിൻ്റെ കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, നീ ഒന്ന് പാടിക്കേ. ആദ്യമായിട്ടാണ് ദേവരായ മാഷ് എന്നോട് പാടാൻ പറയുന്നത്. ഒരിക്കലും അദ്ദേഹം എന്നോട് പാടാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരുമാതിരി കളിയാക്കലാണോ എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ പാടണോ? അല്ല, നീ പാട്. ഞാൻ വീണ്ടും വിഷമിക്കുന്നു. അവസാനം ഞാൻ പാടുന്നു. ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ മാഷ് എടുത്ത വായിൽ പറയുന്നു, ഇത് ഞാൻ ചെയ്യത്തില്ല, നീ ചെയ്താൽ മതി. എനിക്ക് അത്ഭുതമായി. അദ്ദേഹം പോവുകയാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം, നീ ചെയ്താൽ മതി. അത് അറം പറ്റി. അത് ഞാൻ തന്നെ ചെയ്തു. കാരണം ഞാൻ അന്ന് പാടി കേൾപ്പിച്ച പാട്ടും ട്യൂണും അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടു. നീ ചെയ്താൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നി. അത് നടക്കാൻ പോകുന്നൊരു മഹത്തായ കാര്യമായിട്ടോ മലയാളത്തിൽ നീ ഇനി പാട്ടുകൾ സംഗീതം ചെയ്യാൻ പോകുന്നു എന്നുള്ള സൂചനയായിട്ടോ ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞ അടുത്ത കൊല്ലം അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ഞാൻ ആ പാട്ട് ട്യൂൺ ചെയ്തു.
ആ പാട്ട് മൗനം എന്ന് പറയുന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ഒരു പടം തൃശ്ശൂർ ഒരാളെടുത്ത് സുരേഷ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. അങ്ങനെ ആ പടത്തിൽ എൻ്റെ മ്യൂസിക്കോട് കൂടി ആ പടം പുറത്തു വന്നു. ഇതിലാരെ കൊണ്ട് പാടിക്കണം, അത് ദാസേട്ടൻ തന്നെ എന്നുള്ള തീരുമാനമായി. ദാസേട്ടൻ വന്നു. ദാസേട്ടൻ അതിലെ എല്ലാ പാട്ടുകളും പാടി. പടം റിലീസാവാത്തത് കൊണ്ടാവാം ഇത് നാടകപ്പാട്ടായിട്ട് അങ്ങ് പോപ്പുലറായി. അപ്പോൾ മണിയമ്പിള്ള രാജു എന്നോട് ചോദിച്ചു, എന്താ ഇത് നാടകപ്പാട്ടല്ലേ MDR എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നാടകപ്പാട്ടല്ല, ഇത് സിനിമയ്ക്കുള്ള പാട്ടാണ്. പടം റിലീസാവാതെ പോയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെ വേറൊരു പടത്തിനും സംഭവിച്ചിട്ടുണ്ട്. കാണാൻ കൊതിച്ച് എന്നൊരു പടത്തിൽ ജയകുമാർ എഴുതിയൊരു പാട്ടും ഇതുപോലെ അരക്ഷിതാവസ്ഥയിലാണ്. അതാണ് കുടജാദ്രിയിൽ എന്നുള്ള പാട്ട്. അതും ഹിറ്റാണ്, പക്ഷേ പടം റിലീസായിട്ടില്ല. അങ്ങനെ റിലീസാവാത്ത പടത്തിലെ ഏറ്റവും കൂടുതൽ ഹിറ്റായ 2 പാട്ടുകളാണ് കുടജാദ്രിയിൽ കുടികൊള്ളും എന്നുള്ള യേശുദാസിൻ്റെ പാട്ടും കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്ന എൻ്റെ പാട്ടും. എൻ്റെ പാട്ടിന് വേറൊരു ഗുണം കൂടെ പറ്റി. ഇത് മന്ത്രിസഭയിലെ അംഗങ്ങൾ വരെ പാടിക്കൊണ്ടിരിക്കുന്നു. കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്നുള്ള പാട്ട് ദാസേട്ടൻ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം, ഇത് ഇവിടെ നിർത്തരുത്, ഇതിൻ്റെ ഹിന്ദിയും തമിഴും എഴുതണം, എനിക്ക് പാടാനാണ്. അങ്ങനെ ദാസേട്ടൻ ബുക്ക് ചെയ്ത ആദ്യത്തെ പാട്ടാണ് ഈ കുറി വരച്ചാലും കുരിശ് വരച്ചാലും. അതാണ് ഈ പാട്ടിൻ്റെ ഒരു അത്ഭുതവും ഭാഗ്യവും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സംഗീതം കൊടുത്ത കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്നുള്ള പാട്ട് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പാട്ടാണെങ്കിലും ഈ പാട്ടിന് വേറൊരു വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. பட்டை போட்டாலும் சிலிசை வரைந்தாலும் தொழுகை முறை போல் செஞ்சாலும் காண்பதும் ஒன்று கேட்பதும் ஒன்று, கருணை கடலாம் கடவுளொன்று, தெய்வனொன்று இறைவனொன்று. പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ, രക്തപങ്കിലമാക്കരുതേ. വിശ്വമനോഹർ കൂൾസർ പമ്പ പങ്കിത് നാ കരുതോ, ഗുനസേ പങ്കിത് നാ കരുതോ. വിന്ധ്യഹിമാചല സഹ്യസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ, വർഗീയ വിത്തു വിതയ്ക്കരുതേ. വിന്ധ്യഹിമാചല ഓർ സഹ്യൻ കി ഗോതുമേ നടാലോ, വർഗീയ വിഷബീജ് നടാലോ. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കേരളത്തിലെ കഴിഞ്ഞ തലമുറയ്ക്കൊക്കെ അറിയാം, വിപ്ലവകാരികളായ കവികളുടെ കൂട്ടത്തിൽ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. P. ഭാസ്കരൻ, തിരുനെല്ലൂർ കരുണാകരൻ, പുനലൂർ ബാലൻ, പൊൻകുന്നം ദാമോദരൻ, വയലാർ രാമവർമ്മ, പുതുശ്ശേരി രാമേന്ദ്രൻ, ഇങ്ങനെ ഒരു നിര എഴുത്തുകാരുണ്ടായിരുന്നു, പുരോഗമന സാഹിത്യകാരന്മാർ. അച്ഛനും അവരിലൊരാളായിരുന്നു. അച്ഛൻ തൃശ്ശൂരിൽ സെൻറ്റ് തോമസ് സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. മുണ്ടശ്ശേരി മാഷ് അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു. അവിടുത്തെ സാഹിത്യ സതിരുകളും സദസ്സുകളൊക്കെ അവർ കൂടാറുണ്ടായിരുന്നു. വീട്ടിൽ എല്ലാ സാഹിത്യകാരന്മാരും PC കുട്ടിക്കൃഷ്ണൻ, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങി മലയാളത്തിലെ ശ്രദ്ധേയരായ എല്ലാ സാഹിത്യകാരന്മാരും ഒത്തുകൂടാറുണ്ടായിരുന്നു. അച്ഛൻ പക്ഷേ ഭൂരിഭാഗം സമയവും
ഈ അധ്യാപനത്തിന് പുറമെ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളതുകൊണ്ട് അച്ഛൻ സജീവമായിട്ട്, നേരത്തെ പറഞ്ഞല്ലോ പുരോഗമന സാഹിത്യകാരനായതുകൊണ്ട് അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകിയിരുന്നു. അങ്ങനെ തൃശ്ശൂരിൽ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. അവിടെ ചേർപ്പിൽ അച്ഛൻ താമസിക്കുമ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിച്ചു. അവിടെ ചേർപ്പിലധികം എനിക്ക് ജീവിക്കേണ്ടി വന്നില്ല. എനിക്ക് മൂക്കുതല എന്ന സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. കാരണം അച്ഛന് സെൻറ്റ് തോമസ് സ്കൂളിലുള്ള ജോലി നഷ്ടപ്പെട്ടു. അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, അച്ഛൻ്റെ രാഷ്ട്രീയ പ്രസംഗം ഇതൊക്കെ കുഴപ്പം ചെയ്തു. തേക്കാട് വരുന്ന അച്ഛനൊരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗം കേട്ടിട്ട് സെൻറ്റ് തോമസ് സ്കൂളിലെ ബിഷപ്പ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അപ്പോൾ ജോലിയില്ലാതെ അച്ഛൻ മൂക്കുതല എന്ന സ്ഥലത്തേക്ക് പോയി. അക്കിത്തം പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. മൂക്കോല എന്ന സ്ഥലത്ത്, അവിടെ അത് മലബാറിലുള്ള ഒരു സ്കൂളാണ്. ആ മൂക്കുതല സ്കൂളിൽ ചിത്രൻ നമ്പൂതിരിപ്പാടിൻ്റെ, പഴയ വിദ്യാഭ്യാസ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ അച്ഛൻ അധ്യാപകനായി ചാർജ് എടുത്തു, മലയാള അധ്യാപകനായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവേണ്ടി പിരിച്ചു വിട്ടതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ചിത്രൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു, എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ വേണ്ട, എനിക്ക് വേണ്ടത് ഒരു നല്ല അധ്യാപകനാണ്, ദാമോദരനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ അധ്യാപകനായി. അവിടെ മൂക്കുതല എന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട വാടക വീട്ടിൽ താമസിക്കുന്നു ഞാൻ. അങ്ങനെയാണ് എൻ്റെ ബാല്യം. ആ ബാല്യത്തിൽ എന്നെ സ്വാധീനിച്ചത് പൊന്നാനിയുടെ രാഷ്ട്രീയമാണ്, പൊന്നാനിയുടെ സംസ്കാരമാണ്, ഇടശ്ശേരിയുടെയൊക്കെ സംസ്കാരമാണ്. അപ്പോൾ ആ ഇടശ്ശേരിയുടെ പൊന്നാനി കളരിയിൽപ്പെട്ട കാറ്റും വെളിച്ചവും ഒക്കെ ശ്വസിച്ച് ഞാനെന്ന പയ്യൻ എൻ്റെ ബാല്യം കഴിച്ചു കൂട്ടി. അടുത്തുള്ള കൊട്ടകയിൽ നിന്ന് വരുന്ന പാട്ടുകൾ ഇതൊക്കെ എന്നെ സ്വാധീനിച്ചു. പ്രത്യേകിച്ചും വയലാറിൻ്റെയും ONV-യുടെയും ഭാസ്കരൻ മാസ്റ്ററുടെയും ഒക്കെ പാട്ടുകൾ, നാടകപ്പാട്ടുകൾ കൂടുതൽ. അദ്ദേഹം അച്ഛനും പാട്ട് എഴുതുമായിരുന്നു. നാടകങ്ങളിലൊക്കെ അച്ഛൻ പാട്ട് എഴുതിയിരുന്നു. പച്ചപ്പനന്തത്തിൽ നിന്നുള്ള പാട്ടൊക്കെ ബാബുരാജൊക്കെ ചെയ്ത പാട്ട് അച്ഛൻ്റെ പാട്ടുകളാണ്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ബാല്യത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് പിന്നെയും ഞാൻ പറിച്ചു നടപ്പെട്ടു. അച്ഛന് ട്രാൻസ്ഫർ വരുന്ന സ്ഥലത്തേക്ക് മാറി മാറി തിരുവല്ല, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്ന്, അങ്ങനെ എൻ്റെ ബാല്യ കൗമാരങ്ങൾ ഇങ്ങനെ മാറി മാറി വന്ന് അവസാനം ഞാൻ ശാസ്താംകോട്ടയിൽ വെച്ച് എൻ്റെ BA പരീക്ഷ പാസ്സാവുന്നു. അതും അന്തസ്സായ രീതിയിൽ പാസ്സാവുന്നു. അവിടെ നിന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിലേക്കുള്ള എൻ്റെ പ്രയാണം. MA IAS സ്വപ്നമൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ പോയി അവിടെ നിന്നാണ് ആകാശവാണി പരിണാമങ്ങളൊക്കെ സംഭവിക്കുന്നത്. അച്ഛനൊരു സ്കൂൾ അധ്യാപകനായിരുന്നു, പൊൻകുന്നം ദാമോദരൻ സാഹിത്യകാരനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ മുഴുകിയത് കൊണ്ട് സാമ്പത്തികമായി വലിയ ഞെരുക്കമായിരുന്നു വീട്ടിൽ. സത്യത്തിൽ എൻ്റെയൊക്കെ വിദ്യാഭ്യാസം തന്നെ പ്രശ്നത്തിലായിരുന്നു. എങ്കിലും ഞാൻ ഒരുമാതിരി ഭംഗിയായിട്ട് പഠിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ക്ലാസ് മേടിച്ച് പാസ്സായിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൽ MA-ക്ക് പഠിക്കാൻ പോയി ചേർന്നു. അവിടെ സജീവോത്തമ മെഡൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിന് മാർക്ക് മേടിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥിക്കുള്ള സമ്മാനം കിട്ടിയിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പോകുന്നത്. അങ്ങനെയാണ് IAS എഴുതണമെന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു പ്രോബ്ലം, എന്നെ MA-ക്ക് പഠിപ്പിക്കാൻ സാമ്പത്തികമായിട്ട് അച്ഛന് ശേഷിയില്ലാത്തതുകൊണ്ട് പഠിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് താനും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ബന്ധമുള്ള ഒരു സാഹിത്യപരമായിട്ട് കുടുംബപരമായിട്ടൊക്കെ ബന്ധമുള്ള പത്രമാണ് ജനേകം. അതിൻ്റെ പത്രാധിപരാണ് കാമ്പിശ്ശേരി കരുണാകരൻ. അദ്ദേഹമാണ് സിനിരമ എന്ന് പറയുന്ന ഫിലിം വീക്കിലി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീക്കിലിയൊക്കെ കവിതകൾ എഴുതും, അതൊക്കെ ഞാൻ എഴുതാറുണ്ട്, നോവലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് MA-ക്ക് അവിടെ പഠിക്കാനുള്ള പൈസ ഞാൻ തരാം, അവിടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ ഞാൻ തരാം, നീ ഒരു ലോഡ്ജിലല്ലേ താമസിക്കുന്നത് പറഞ്ഞാൽ. അതെ, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റപ്പെട്ടൊരു ലോഡ്ജിൽ, ബ്ലൂ ഹൗസ് ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ലോഡ്ജിലെ റെൻ്റൊക്കെ കൊടുക്കാനുള്ള പൈസ ഞാൻ തരാം, നീ ഒരു കാര്യം ചെയ്താൽ മതി, സിനിമ വീക്കിലിയാണ്, അന്ന് വലിയ പോപ്പുലർ വീക്കിലിയാണത്, ഇതിനകത്ത് സ്ഥിരമായിട്ട് ഒരു പങ്ക്തി കൈകാര്യം ചെയ്യുക, ഫിലിം ഡയറി എന്ന് പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും ഓരോ കവിത വെച്ച് എഴുതുക. അപ്പോൾ ഓരോ ലക്കത്തിനും ഓരോ കവിത അയക്കുക, അതിൻ്റെ റെമ്യൂണറേഷൻ ഞാൻ നിനക്ക് തരാം, അപ്പോൾ നിനക്ക് ആ പ്രശ്നം തീരും, സാമ്പത്തികം ഉണ്ടാവും. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമയിൽ ഫിലിം ഡയറി എന്ന് പറയുന്ന കവിത എഴുതി തുടങ്ങിയത്.
ഫിലിം ഡയറി എന്നുള്ള കവിത എഴുതാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. കവിത എഴുതുക, നീ കവിയാണല്ലോ. അപ്പോൾ ഫിലിം രംഗത്തുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട്, അവിടുത്തെ ഷൂട്ടിങ്ങിൻ്റെ പ്രശ്നം, പ്രൊഡ്യൂസറുടെ പ്രശ്നം, മേക്കപ്പിൻ്റെ പ്രശ്നം, സ്റ്റാറിൻ്റെ പ്രശ്നം, ഇതൊക്കെ മനസ്സിലാക്കി ഓരോ ലക്കത്തിലും കവിത എഴുതാൻ പറയുന്നു. ഞാനിതൊരു വെല്ലുവിളി പോലെ ഏറ്റെടുത്തുകൊണ്ട് കവിത എഴുത്ത് തുടങ്ങുന്നു. ആദ്യത്തെ കവിത തന്നെ ഞെട്ടിപ്പിക്കുന്ന കവിതയായിരുന്നു. ആ കവിത അത് വിത്ത് ഇല്ലസ്ട്രേഷനാണ് വരുന്നത്. മദിരാശി എന്നോട് മന്ത്രിച്ചു, പെണ്ണിനെ തുടയാക്കി മുലയാക്കി വിൽക്കുന്നത് ഈ സ്ഥലം, ഇവിടുത്തെ ദൈവങ്ങൾ പിമ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കവിത. അങ്ങനെ മദിരാശിയിൽ അന്നത്തെ അസാൻമാർഗീയ ജീവിതവും സിനിമാ രംഗത്തുള്ള ബുദ്ധിമുട്ടുകളും പൂക്കാരൻ സ്ട്രീറ്റും ഇതൊക്കെ സിനിമയിൽ വരികയാണ്, മറ്റേ കവിതയിൽ വരികയാണ്. മേക്കപ്പ് മാൻ്റെ ബുദ്ധിമുട്ട്, അതുപോലെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് സമയത്ത് നായികയ്ക്കും നായകനുള്ള ബുദ്ധിമുട്ട് എന്താണ്, ഞങ്ങൾ പ്രേമിക്കുന്നു, ചുറ്റിലും കണ്ണും തുറിച്ച് നിങ്ങൾ വേലിയും ഭേദിച്ച് അങ്ങനെ നിൽക്കെ, മുന്നിൽ തോക്കുമായി സംവിധായകൻ നിൽക്കെ എന്നൊക്കെ പറഞ്ഞാണ് ഈ ഹീറോയിൻ്റെയും ദുഃഖം. എന്നിട്ട് അവസാനം ഹീറോയിനും ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ ഷൂട്ടിങ് തീർന്നു, ഞങ്ങളുടെ മനസ്സിലിപ്പോഴുള്ള തോന്നല് എന്താണ് പ്രേമം, ഈ കത്തുന്ന വേലിച്ചൂടിൽ ഈ തോക്കിന് ഉമ്മിക്കുന്നതാണോ പ്രേമം, യഥാർത്ഥ പ്രേമം പോലും ഞങ്ങൾ മറന്നുപോയിന്ന് ആ കാമുകനും പരിതപിക്കുന്നതാണ് ഒരു കവിത. അങ്ങനെ ഔട്ട്ഡോർ ഷൂട്ടിങ്, ഓരോ പ്രശ്നങ്ങൾ സിനിമാ രംഗത്തുള്ള ആൾക്കാർ. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഈ വണ്ടിച്ചക്കെന്നൊരു കവിത എഴുതി. അതായത് ഒരു നടി, ആ നടി മരിച്ചു, പക്ഷേ ആ നടിയെ ദഹിപ്പിക്കാൻ വിറകില്ല. വിറക് അന്വേഷിച്ചപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ സുഹൃത്ത് പറഞ്ഞു, ആയ പറഞ്ഞു ഈ നടിക്ക് പ്രൊഡ്യൂസേഴ്സ് കൊടുത്ത ചെക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടിച്ചക്കെല്ലാം കൂട്ടിയിട്ടാൽ വിറകിന് പകരമാകും ഇവിടെ ദഹിപ്പിക്കാം. ഇങ്ങനെയുള്ള കവിതകളാണ്. അങ്ങനെ സിനിമാ രംഗത്തെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ജപ്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടായി. ജപ്തിയെക്കുറിച്ച് ഒരു സംഭവം കവിത എനിക്ക് എഴുതേണ്ടി വന്നു. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞൊരു കഥയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടല്ലോ, സാക്ഷാൽ പ്രൊഡ്യൂസർ വിന്ധ്യൻ്റെ വീട് തേടിയാണ് അദ്ദേഹം വന്നത് ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാകാനുള്ള കാശ് മേടിക്കാനാണ്. വീട്ടിൽ ജപ്തി നടക്കാൻ പോവുകയാണ്, കുറച്ച് കാശ് വേണം, വിന്ധ്യൻ്റെ വീട് എനിക്കറിയില്ല, രാജേന്ദ്രനൊന്ന് പറഞ്ഞു തരാമോ എന്ന് എന്നോട് തൃശ്ശൂർ വെച്ച് ചോദിക്കുകയാണ് ഈ മനുഷ്യൻ. ഞാൻ വിന്ധ്യൻ്റെ വീട് പറഞ്ഞു കൊടുത്തു. ഇയാൾ അവിടെ ചെന്നു വിന്ധ്യനോട് പണം വാങ്ങിച്ചു പോയി തന്നെ. പിന്നെ അവർ വലിയ ഫ്രണ്ട്സായി. ആ മനുഷ്യൻ്റെ പടമാണ് വടക്ക് നോക്കി യന്ത്രം. വിന്ധ്യൻ നിർമ്മിച്ച ആ പടത്തിൻ്റെ സംവിധായകനാണ് ശ്രീനിവാസനാണ് ജപ്തിയുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഈ ശ്രീനിവാസൻ്റെ കഥ എൻ്റെ മനസ്സിലുണ്ട്. അന്ന് അദ്ദേഹം വന്നതുമൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഈ ഫിലിം ഡയറി എഴുതുമ്പോൾ അതും കൂടെ ചേർക്കാമെന്ന് വെച്ചാൽ ഞാൻ അതും ചേർത്തു. ആ കവിത ഒരാൾ റൂമിലിരിക്കുന്നു, അവിടെ സ്ക്രിപ്റ്റ് എഴുതാൻ ചെന്നിരിക്കുകയാണ്. വലിയ ആഡംബരനായിട്ടായിരിക്കും, വലിയ ഗംഭീരമായിട്ടാണ് ചെന്നിരിക്കുന്നത്. ഇമ്പാലയിലൊക്കെ ചെന്നിരിക്കുകയാണ്. വലിയ എഴുത്തുകാരനായി പിൽക്കാലത്ത്. അപ്പോൾ ഇയാളോട് പ്രൊഡ്യൂസർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമ്മുടെ പുതിയ കഥ എഴുതിക്കോളൂ. കടലാസ് കൊടുത്തു, പേന കൊടുത്തു, മദ്യം കൊടുത്തു, ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എഴുതാം. എന്താണ് തീം നമ്മുടെ ഹീറോയുടെ വീട് ജപ്തി ചെയ്യുന്നു. അതാണ് ആദ്യം. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഈ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് എഴുതാൻ പറ്റുന്നില്ല, അത് കൈവിറക്കുകയാണ്. ഇയാൾ മനസ്സിൽ കാണുന്നത്, ഇയാൾ വീട്ടിലിറങ്ങി നിൽക്കുന്നു, അച്ഛൻ ഇറങ്ങി നിൽക്കുന്നു, അമ്മ ഇറങ്ങി നിൽക്കുന്നു, അകത്തുനിന്ന് പാത്രങ്ങൾ വന്ന് വീഴുകയാണ്, പാത്രങ്ങളെടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. ജപ്തി നടക്കുകയല്ലേ. ഗതികെട്ട് ഈ പാത്രവും നോക്കി നിൽക്കുന്ന അച്ഛൻ, അമ്മ, അങ്ങനെ ദുഃഖിതനാവുന്ന അയാളുടെ ചിത്രം അയാൾ ഓർത്തുപോയി എന്നാണ് കവിത. അപ്പം ഈ എഴുത്തുകാരൻ അയാളുടെ ഭൂതകാലം ഓർത്തു. അതാണ് ആ കവിത. ഇങ്ങനെ ഓരോ ജീവൽ കവിതകളാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഫിലിം ഡയറിയിൽ. ഈ ഫിലിം ഡയറി വർഷങ്ങളോളം വന്നു. അങ്ങനെ വളരെ പോപ്പുലറായി കഴിഞ്ഞപ്പോൾ വയലാറിൻ്റെയും മറ്റ് സിനിമയിലുള്ള മറ്റ് മദിരാശിയിലുള്ള എല്ലാ സിനിമാക്കാരുടെ ഇടയിൽ ഞാനും ഒരു സിനിമാക്കാരനായിട്ട് മാറുകയാണ്. അപ്പോൾ എൻ്റെ ഫിലിം ഡയറി വായിച്ച് നിരന്തരമായിട്ട് വാദിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. എൻ്റെ കോളേജിലൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് വായിച്ച് ആവേശം കൊള്ളുന്നവരുണ്ടായിരുന്നു. അവരെൻ്റെ കവിത വായിച്ച് ആസ്വദിക്കില്ല, എങ്ങനെ സിനിമയെക്കാരാവുന്നു ഇങ്ങനെ ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ബാലേന്ദ്രനൊക്കെ ആ ഗ്രൂപ്പിൽപ്പെടും. ഇതെങ്ങനെയാണ് സിനിമയിൽ വരുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ അങ്ങനെ സിനിമയുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല. സത്യത്തിൽ കാമ്പശ്ശേരി കരുണാകരനും ഈ സിനിമയുമാണ് എന്നെ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. എൻ്റെ വിദ്യാഭ്യാസവും മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ സിനിമയാണ് സംഘടിപ്പിച്ചത്. ആ സിനിമയെ വിട്ടിട്ട് ഞാനങ്ങനെ ആകാശവാണിയിൽ പോകും. അതുകൊണ്ടാണ് എൻ്റെ കൂടെ എപ്പോഴും സത്യഭാമയുമുണ്ട്,
രുക്മിണിയുമുണ്ട്. പെൻഷൻ പറ്റിയ ഒരു ആകാശവാണിക്കാരന് ഇനി സ്വതന്ത്രനായിട്ട് വ്യാപരിക്കാം. പക്ഷേ വാർദ്ധക്യത്തിൽ എന്ത് സത്യഭാമ, എന്ത് രുക്മിണി.